ഹലോ ഹലോ, നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോണം. പോടാ കൃത്യം ഹലോ പറടാ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇറങ്ങി നിൽക്കും. നീ വരണം. ഓടാ വരടാ. പിന്നെ പിന്നെയും കട്ടാക്കി. മേരെ ദോസ്ത്, ഹലോ, ആ ഒരു കാര്യം പറഞ്ഞ് തീർത്തതിനു ശേഷം നീ ഫോൺ പോയി. ഓടാ പറ. നാളെ രാവിലെ വരുമ്പോ നിന്റെ വണ്ടി എടുക്കും, ഞാൻ പെട്രോൾ അടിച്ചു തരാം. ഓടാ എടുക്കാം. പിന്നെയും കട്ടാക്കി. അല്ലോ നിനക്ക് തൂറാ മുട്ടുന്ന. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് തീർത്തതിനു ശേഷം മാത്രം ഫോൺ കിട്ടി. പറഞ്ഞോടാ. നാളെ രാവിലെ നീ വരുമ്പോ 2 ഹെൽമെറ്റ് എടുക്കണം. എടുക്കാം. പോയി കളിക്കുക നീ. ഹലോ, ഫോണ് വെച്ചിട്ട് പോയ നായിന്റെ മോനെ നിന്റെ കച്ച ഞാൻ അടിച്ചു പൊട്ടി. നാളെ എവിടെയാണ് പോണത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. നാളെ നമ്മൾ പോകുന്നത് തമ്പാനൂരാണ്. ഓക്കേടാ. പോയിട്ട് അണ്ണ ഒന്ന് വരും. ഹലോ പറടാ. എന്റെ വണ്ടിയുടെ ചെസ്റ്റ് പീസ് നീ എടുത്തോ. എന്റെ വണ്ടി എടുത്തോണ്ട് പോയി നീ എണ്ണ തീർത്ത് വെച്ചോ. അത് ഞാൻ സഹിക്കും. പക്ഷേ ഈ ഫോൺ വിളിച്ചിട്ട് കാര്യം പറഞ്ഞതിന് മുമ്പ് ഫോണ് കട്ട് ചെയ്യുന്നത് ഐ കാണ്ട് അക്സെപ്റ്റ് ഇറ്റ്. സോറിയുടെ ഇനി അങ്ങനെ ചെയ്യൂല. ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെ ഫോൺ എടുത്ത കോളിൽ അവൻ സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്യുന്നത് അതിനേക്കാളും വലിയ തെറ്റ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ ഒരു ഉളുപ്പില്ലാതെ ഈ വഴിയരിൽ നിന്ന് കേൾക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റല്ലേ? വലിയ തെറ്റ്. പിന്നെ നീ എന്റെ കുഞ്ഞമ്മയുടെ 5ാമത്തെ കൊച്ചിന്റെ പേരെടുക്കാനാണ് എന്റെ വാക്കത്തോട്ട് നോക്കി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ. പിന്നെയും കിട്ടി. ആ ചങ്ങായി എങ്ങാനും കൈ കിട്ടിയ തല്ലിക്കൊല്ലും. പക്ഷെ ഈ ചങ്ങായി വെറുതെ അവിടെ ഇരുന്ന് വാങ്ങിച്ചു കൂട്ടുക അല്ലേ?